സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് ഇവിടെ. പിന്നെ കൂടുതൽ നേപ്പാളീസ് പുറത്തിറങ്ങുന്നുണ്ട്. അത് അവർക്ക് ഓഫ് ഡേ ആഘോഷിക്കുന്ന ഒരു ഡേ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഭയങ്കര തിരക്കാണ്. പിന്നെ വീഡിയോ എടുക്കുന്ന ടൈമിൽ ചിലവരെ മുഖം കുടുങ്ങാതെയും വേണം നോക്കുക. അപ്പോൾ അങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഈ വ്ളോഗിങ്ങൊക്കെ ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക, പിന്നെ റെഡിയാക്കി തരിക, കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ. പിന്നെ അന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാണ്. എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ലൊക്കേഷനൊന്നുമില്ല. അങ്ങനെ ഇവിടെ അടുത്ത് പിന്നെ ഇവിടുത്തെ രാജാവ് താമസിച്ചിരുന്ന മൂപ്പരെ പഴയൊരു വീടുണ്ട് ഇവിടെ. ജസ്റ്റ് അത് കാണാൻ പോകുന്നത്. സിഗ്നൽ ഇങ്ങനെയാണ്. ഇത് പച്ചാവാതെ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഫോണിൽ മെസ്സേജ് വരും, ഫൈൻ അടിച്ച്. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പ്രശ്നങ്ങളല്ല, നിയമത്തിൻ്റെ ബലമാണ്. ആരും നിയമം ഇവിടെ തെറ്റിക്കൂല. അതാണ് ഇവിടുത്തെ നിയമത്തിൻ്റെ ബലം. അതാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും. അൽ ഹുബൈബ മെട്രോ സ്റ്റേഷനാണ്. പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ വേണം അങ്ങോട്ട് കിടക്കാൻ. പച്ച കത്തിയിട്ടുണ്ട്, നമുക്ക് നടക്കാം. ഇതാണ് മെട്രോ സ്റ്റേഷൻ. ഇതിൻ്റെ അടിയിലേക്ക് മെട്രോ സ്റ്റേഷനാണ്. ബാക്കി കണ്ടോളി. ഓക്കെ. പിന്നെ ഇവിടുത്തെ ഈ അൽ ഹുബൈബ മെട്രോ സ്റ്റേഷനിൽ കൂടുതലും പ്രത്യേകിച്ച് ഈ ദിവസം ഞായറാഴ്ച, ശനിയാഴ്ച പിന്നെ കൂടുതലും നേപ്പാളീസ് ഇറങ്ങുന്ന ദിവസമാണ്. പിന്നെ അതിൽ എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ട്. ഇവിടെ ഒരാളുണ്ട്, മൂപ്പരെ കാണിച്ചു തരാം. ഹലോ, സുഖല്ലേ? എന്താ വർത്താനം? 2 കളർ കണ്ണാണേ. മാഷാ അല്ലാഹ്. ഇജ്ജ് ആരാ? നോക്ക്, തെറ്റിപ്പോവുക. അത് ശരി. അങ്ങനെ ഓൻ തെറ്റിപ്പോയി. അതിലെ സൈഡിൽ കൂടെ അങ്ങനെ നടക്കും. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞന്ന് ഇവിടെ കംപ്ലീറ്റ് നേപ്പാളീസാണ്. നമ്മൾ ഇന്ത്യക്കാരും മീൻസ് മലയാളികൾ റയറായിട്ട് ഇവിടെ കാണുക. മേലെ കൂടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്, അതാണ് നോക്കിയത്. അത് പിന്നെ അങ്ങനെയാണ്. എത്ര പ്രായമായാലും ഹെലികോപ്റ്റർ, വിമാനം, അതിൻ്റെ കൊച്ചേട്ടൻ്റെ പാഞ്ഞ് പുറത്തിറങ്ങി നോക്കും. അതിനൊന്നും പ്രായം പരിമിതികളൊന്നുമില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഇവിടെ ഇതിൻ്റെ ഇവിടെ ഉള്ള ഈ ഗാർഡനും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടും കാണിച്ചു തരാം. ഓക്കെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് നേപ്പാളീസ്, ആഫ്രിക്കൻസ്, നൈജീരിയൻസ്, പിന്നെ ടിക്ടോക്ക് എടുക്കുന്ന കുറേ ടീം. നേപ്പാളീസ് പറഞ്ഞാൽ ഓരോ ഫോണിൽ ടിക്ടോക്ക് ഇല്ലാത്ത ഈ ആൾക്കാരുണ്ടാവില്ല. നേപ്പാളി ടീമിൽ കൂടുതലും ടിക്ടോക്കേഴ്സ് ഉണ്ടാവും. ചിലപ്പോൾ നമുക്കും കൂടി മനസ്സിലായി. ചിലപ്പോൾ ടിക്ടോക്കിൽ കുറേ ഫോളോവേഴ്സൊക്കെ ഉള്ള ടീമായിരിക്കും. പക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ ഈ ടിക്ടോക്കിലൊന്നും. നമുക്ക് ഇൻസ്റ്റാഗ്രാം, പിന്നെ ഒന്നട് കയറി പിടിച്ചാൽ ഫേസ്ബുക്ക്, അത്രേ ഉള്ളൂ. പിന്നെ യൂട്യൂബ്, അത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഗാർഡനും പരിപാടികളൊക്കെ. ഇവിടെ എത്ര ഈ ചൂടത്ത് എത്ര ഇതിലാണിത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണമെന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ കാര്യം. പിന്നെ ഇവിടെ എന്തൊരു വട്ടമുണ്ട്. ഈ വട്ടം ഞാൻ കുറേ വട്ടം കണ്ടിരിക്കണം. പക്ഷേ ഇതെന്താ സംഭവം എന്നുള്ളത് പിടുത്തം കിട്ടിയില്ല. ഇവിടെ എഴുതി വെച്ചിരിക്കണം, അതും വായിച്ചിരിക്കണം, പക്ഷേ അതും മനസ്സിലായിട്ടില്ല. ഇത് വേണ്ട, ഇവിടെ എഴുതി വെച്ചിരിക്കണം. എന്നിട്ടും എനിക്കൊരു വലിയ പിടുത്തമൊന്നും കിട്ടിയില്ല. പിന്നെ അവിടെ കുറേ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. അത് ഇവിടുത്തെ സ്റ്റാഫ്സിന് ട്രാവൽ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഭാഗത്തിന് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി വരാനുള്ളതാണോ, ഇനി ടൂറിസ്റ്റിന് പോകാനുള്ളതാണോ എന്നറിയില്ല. ഇവിടെ കുറേ സംഭവമുണ്ട് ഇതിൽ തന്നെ. മ്യൂസിയം, പല ടൈപ്പ് മ്യൂസിയംസ്, പിന്നെ ടൂറിസ്റ്റ്, അതായത് ചെറിയ ചെറിയ സ്റ്റോറുകൾ. ഈ ദുബായിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ടീഷർട്ട്സ്, കപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പാണിത്. പിന്നെ
പിന്നെ ആദ്യമായിട്ടാണ് വ്ളോഗ് എടുക്കണേ, എല്ലാവരും നോക്കണ്ടേ എന്താ സംഭവം. ഏതോ വലിയ ചെങ്ങയാണ് ഇരുത്തിയാണ്ട് ഇങ്ങനെ നോക്കണേ. നമ്മക്കല്ലേ അറിയുള്ളൂ. ഇൻസ്റ്റയിലാകെ 3000 ഫോളോവേഴ്സും ഉണ്ട്, ഞാനും ഉണ്ട്. പിന്നെ ഇൻസ്റ്റയിൽ ഞാൻ സ്റ്റോറി പോൾ ഇട്ടിരുന്നു വ്ളോഗ് ചെയ്യണോ വേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ കൂടുതലും ആണ് പറഞ്ഞത്, പക്ഷെ എനിക്ക് ടൈം കിട്ടിയില്ല ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇന്നിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാണ് വൈകുന്നേരം. ഓക്കെ, ഇത് ഇവിടെ ക്രീക്ക് സൈഡ് എന്ന് പറയും, അബ്ര. അവിടെ ലോങ് കാണുന്നത് അപ്പുറം കടത്തുള്ള ബോട്ടുകളാണ്. അവിടുന്ന് കയറിയാൽ ഗോൾഡ് സൂക്കും, പിന്നെ കുറച്ച് അപ്പുറത്തുനിന്ന് ഇതേപോലെ ഉണ്ട് ആ ഭാഗത്തുനിന്ന്. പിന്നെ ഇവിടേക്കുള്ളതാണ് ദേര. ആ സൈഡിൽ തന്നെ തോന്നുന്നുണ്ട്, ദേര തന്നെയാണ്. പിന്നെ ഇവിടെ അങ്ങനെ ചെറിയ റെസ്റ്റോറൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് ഫ്രണ്ട് നിന്നിട്ട് കയറിയത്. സാധാരണ സ്റ്റാർട്ടിങ് പോയിൻ്റ് അവിടെയാണ്, ഞാൻ ഇവിടെ ഈ ഇടയിൽ നിന്ന് ഇങ്ങനെ കയറി ചെയ്ത്. പിന്നെ ഇവിടെ ഒരു ചെറിയ പള്ളിയുണ്ട്, ഇതൊരു നിസ്കാര പള്ളിയാണ്. പള്ളികളാണ് ഇവിടെ. അതാ ഒരു വിമാനം പോണു, എമിറേറ്റ്സ് സെറ്റാണ് ഇവിടെ. ഇവിടെ രാവിലെ ഞാൻ ജോഗിങ്ങിന് വരും, ഇടയ്ക്ക് ജിമ്മിക്കും പോവും. പിന്നെ അതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ. ഇവിടെ പല ടൈപ്പ് ആൾക്കാരുണ്ടാവും, കപ്പിൾസ് ഉണ്ടാവും. പിന്നെ പെപ്സിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലുമൊക്കെ മിക്സാക്കിയിട്ട് വന്നിരുന്ന് കുടിച്ചിട്ട് കിക്കായിരിക്കണവരുണ്ടാവും. അതിലും കൂടുതൽ ഞാൻ പറഞ്ഞ ടീം തന്നെ ഉണ്ടാവുക. പിന്നെ ഇവിടെ കിടന്നുറങ്ങുന്ന ടീമുണ്ടാവും, ഇവരൊക്കെ പായിപ്പിക്കും. കിടന്നുറങ്ങണവരൊക്കെ ഇവിടെ നിന്ന് ഓടിപ്പിക്കും. പിന്നെ കാണേണ്ട ഒരു ലോകമാണ് ദുബായ്. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം 1 മാസമായി. ഇപ്പോഴാണ് ഈ വ്ളോഗിനും ഇതിനൊക്കെ ഉള്ളൊരു ഐഡിയയും പിന്നെ ടൈമൊക്കെ ഇങ്ങോട്ട് കിട്ടിയത്. പിന്നെ ഇത് ഒരു പെയിൻറ്റിങ് നല്ല രസമുണ്ട് അല്ലേ. ഒരു അറബാണ് തോന്നുന്നുണ്ട്, സിക്കാന്ന് ഇരിക്കുന്നത്. മേലെ നിന്ന് ഇങ്ങനെ മക്കൾ ഇരിക്കുന്ന മാതിരത്തെ ഒരു സാധനം പെയിൻ്റ് ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു സംഭവം കാണിച്ചാൽ, ഇവിടുത്തെ രാജാവ് മുമ്പ് ഉപയോഗിച്ചിരുന്നൊരു വണ്ടി, ഒരു വിൻറ്റേജ് വണ്ടി, അത് കാണിച്ചു തരാം. ഇതാണ് ആ വണ്ടി, മുമ്പ് രാജാവ് ഉപയോഗിച്ചിരുന്നത്. ഇത് ലാൻഡ് റോവറിൻ്റെ 4 വീല്. രാജാവ് മുമ്പ് ഉപയോഗിച്ചിരുന്നത് തന്നെയാണ് തോന്നുന്നുണ്ട്. എഴുതിയിരിക്കുന്ന സ്റ്റേഷൻ ലാൻഡ് റോവർ എന്നൊക്കെയാണ്. നമുക്ക് ഈ വണ്ടിനെ പറ്റിയിട്ട് വണ്ടി ഭ്രാന്ത് ഉണ്ട് എന്നല്ലാതെ വലിയൊരു ഇതില്ല. ഇവിടെ ക്ലോസ് ആവുന്നുണ്ട്. ഇതാണ് വണ്ടി. അപ്പുറത്ത് സെക്യൂരിറ്റി ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട്, എന്താപ്പം കാട്ടണം. നല്ല വെയിലുണ്ട് ഇവിടെ. ഇപ്പോൾ ടൈം ഏകദേശം 5 മണി 5:10 ഇപ്പോൾ. അപ്പോഴും സൂര്യൻ അവിടെ തന്നെയാണ്. പിന്നെ ഇതാണ് ഇവിടെ നിന്നുള്ള സൈറ്റ്. ആ സൈഡിൽ നിന്ന് ഇങ്ങനെ വിമാനം പൊന്തും. പല സൈഡിൽ നിന്ന് പോണതാണ്, പക്ഷേ ഇവിടുന്ന് പല സൈഡിൽ നിന്ന് പൊന്തണ പോലെ തോന്നും, പക്ഷെ എല്ലാം ഒരു സൈഡിൽ നിന്ന് തന്നെ പൊന്തുന്നത്. പിന്നെ ഇവിടെ മാത്രം കണ്ടുവരുന്നൊരു സംഭവമുണ്ട്, വിമാനം ഇങ്ങനെ നിൽക്കും, ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കും. നമ്മളെ നാട്ടിലൊന്നും ഇത് കണ്ടിട്ടില്ല അധികം. അതൊരു സംഭവമാണ്. ഞാൻ അങ്ങനെ മോർണിംഗ് രാവിലെ നേരത്തെ വരുമ്പോൾ കാണാം ഇടയ്ക്ക്. അത് നല്ല നേരത്തെ വരണം. അപ്പോൾ നല്ല നേരത്തെ മീൻസ് ഒരു 4:30 ഒക്കെ ആവും. ഇവിടെ 4:18 4:30 ഉള്ളിൽ ബാങ്ക് കൊടുക്കും. നിസ്കാരം കഴിഞ്ഞ് നേരെ ഇറങ്ങും. നടന്നു വരുമ്പോൾ ഒരു വട്ടം ആ ഭാഗത്ത് കണ്ട് ഫ്ലൈറ്റ് ഇങ്ങനെ നിൽക്കുക. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ദുബായിൻ്റെ ഡെവലപ്മെൻറ്റ്സ് 1960, 68, 78, പിന്നെ 85, 2005, 2015 ഗ്രോത്ത് ഓഫ് ദ സിറ്റി. അതാണ് സംഭവം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ അവിടെ ഒരു മരത്തിലെ ബോട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ. ബോട്ട് അപ്പുറത്തൊരു വണ്ടി വരുന്നുണ്ട്. അതൊരു സ്പീഡ് ബോട്ടുകൾ പോകണല്ലോ, സ്പീഡ് ബോട്ട്സ്.
ഈറ്റിങ്ങൾ പോകും. നമ്മൾ അപ്പുറം കിടക്കാൻ വേണ്ടി ആ മറ്റേ മരത്തിൻ്റെ ചെറിയ തോണി ഉണ്ടാവും, അതിൽ കയറിയിട്ട് പോണ ടൈമിൽ ഈ സാധനങ്ങൾ അടുത്തു കൂടെ കൊണ്ട് പോയാൽ കംപ്ലീറ്റ് കളകും. തിരമാല ഇങ്ങനെ അടിച്ച് വരും, ബോട്ട് ഇങ്ങനെ ചാടും. ഒരു ദിവസം കിടക്കുമ്പോൾ 2 തടിയന്മാർ കയറി. എന്നാൽ രണ്ടാളെ 2 സൈഡിലേക്ക് ഇരുത്തണ്ട, ഈറ്റിങ്ങൾ രണ്ടാൾ ഒരു സൈഡിൽ നിന്നിട്ട് ബോട്ട് ഇങ്ങനെ ചെരിഞ്ഞ് ലാലേട്ടൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ പോയത്. ഇത് ബോഡി ഷെയ്മിങ് അങ്ങനെ നല്ല കേട്ടോ, നമ്മൾ കാര്യം പറഞ്ഞതാ. ആ ബോട്ട് പോയി ഇളക്കം കണ്ട, വെള്ളം അടിക്കണണ്ട, ഞാൻ പറഞ്ഞില്ലേ എജ്ജാതി 2 ബോട്ട് അടുപ്പിച്ച് പോയതാണ്. അതിൻ്റെ ആണ് ഇപ്പോൾ ഇതിവിടെ ഉണ്ടായിരുന്നല്ലോ, ഇത് ഉണ്ടാക്കിയതാണ് ആക്ച്വലി. പിന്നെ ഇതാണ് ഷെയ്ഖിൻ്റെ പഴയ വീട്, ഇതാണ് ആ വീട്. ഇവിടുത്തെ ആർക്കിടെക്ചറൽ ഡിസൈന് കാര്യങ്ങൾ ഒക്കെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാതെ. ഇൻഷാ അല്ലാഹ് വീട് കെട്ടുമ്പോൾ ഇതേമാരൊക്കെ കെട്ടും ഈ സ്റ്റൈലിൽ. മണൽ അങ്ങനെ എന്തോ സാധനം തേച്ചിക്കാണ്. ഇത് ഇതേ ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണതിൻ്റെയാണ് അത്ഭുതം. ഇവിടെ ഇങ്ങനെ ഒരു വ്യൂ ഉണ്ട്, ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഊഫ് ആ മേലെ നിന്ന് ഒരാളിങ്ങനെ ഇറങ്ങി തരാം. ഊഫ് ആ സീന് അടിപൊളിയാവും. ഇതാണ് വീട്. ഓക്കെ, നല്ല ചൂടാണ്. ചൂട് മീൻസ് പാലക്കാട് ജനിച്ച് വളർന്ന് എനിക്കത്ര ചൂടൊന്നുമില്ല, എന്നാലും ഒരു അലങ്കാരത്തിന് ചൂടെന്ന് പറയുന്നത് മാത്രം. ഇതാണ് ആ ദൂരത്ത് നിന്ന് കാണിച്ച തോണി, മരം കൊണ്ട്, മരം തന്നെയാണ് തോന്നുന്നുണ്ട്, ആ മരം തന്നെയാണ്. പിന്നെ അതിക്കുള്ള പാലം. പിന്നെ ഇവിടെ തന്നെ ഈ റിയാലിറ്റി എന്താ എഴുതിക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. റിയാലിറ്റിൻ്റെ സ്പെല്ലിങ് RELITY അല്ലേ? അത് 2 L കൊടുത്തിക്കണേ. അത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നിപ്പോൾ ഈ ഭാഗത്ത് വലിയ തിരക്ക് കാണില്ല. സ്റ്റാർട്ടിങ്ങിൽ ആ ബാക്ക് സൈഡിലെ സ്റ്റാർട്ടിങ് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഈ ഭാഗത്തേക്ക് വലിയ തിരക്കില്ല. അത് അറിയണവർ ഈ ഭാഗത്തേക്ക് വരുള്ളൂ, അത് പുറമേ നിന്നുള്ള ടൂറിസ്റ്റുകളൊക്കെ വരുള്ളൂ. നേപ്പാളീസ് ഈ സൈഡിലേക്ക് വല്ലാതെ വരില്ല. പിന്നെ ഇവിടെ ഇത് കൾച്ചർ ഓഫ് ദ സീ, ഇത് ആ കാണുന്നത് അത് എന്തോ ഒരു മ്യൂസിയമാണ്. സീ അതായത് VR ഓഗ്മെൻറ്റഡ് റിയാലിറ്റി കൂടെ കടലിലത്തെ സ്പീഷീസും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു സംഭവം. പെയ്ഡാണ് സംഭവം. പിന്നെ കാണിക്കേണ്ട മുതൽ ഇതവിടെ ഒരു കപ്പലുണ്ട്, കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ കപ്പൽ. ഈ സാധനം വർക്കിംഗ് ആയിരുന്നല്ലോ. എത്ര പങ്കായ നോക്കി, 1 2 3 4 5 6. അപ്പുറത്ത് കൂടെ ഒരു വിമാനം പോകുന്നുണ്ട്. എന്താ പോണ സ്റ്റൈല്. 5 പങ്കായല്ലേ? 5 എണ്ണം. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എൻഡ്, ഇവിടെ കൊടിയുണ്ട്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ വൃത്തിയാണ്. ഒരു വേസ്റ്റ് അങ്ങനെ ഇങ്ങനെ ഇവിടെ കിടക്കില്ല. ഇനി അഥവാ ആരെങ്കിലും വേസ്റ്റ് ഇട്ടാൽ ആളെ പിന്നെ അവൻ വേസ്റ്റ് ഇടൂല ഇവിടെ. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്, ഇതിൻ്റെ മൂഡ് ഇതാണ്. അതിൻ്റെ ഉമ്മറും പിന്നെ അതാ കാണും ഈ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ. ഇവിടെ കൂടുതലുണ്ടോ പങ്കയം? ഇവിടെ 6 എണ്ണം ഉണ്ടോ? 1 2 3 4 5 6. ആറാമന് 6 എണ്ണം ഉണ്ട്. പണ്ടത്തെ നങ്കൂരം തന്നെയല്ലേ പേര് പറയൽ? ഇംഗ്ലീഷിൽ ആങ്കർ എന്നാണ് അതിന് പറയൽ. ഇതിന് നങ്കൂരം തന്നെയല്ലേ? അതാണോ അല്ലേന്ന് ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. മലയാളത്തിൽ വലിയ പിടുത്തില്ല. ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുക. 6 എണ്ണം ഉണ്ടോ? 6 എണ്ണം ഉണ്ട്. ഇതിൻ്റെ എണ്ണം വെച്ചാണ് 1 2 3 4 5 6 എണ്ണം ഉണ്ട്. എണ്ണം വെച്ച്. പിന്നെ ഇവിടെ ഒരു മുത്തുമണി ഉണ്ട്. എനിക്ക് ഒരു കുട്ടാപ്പി പൂച്ച, ഞാൻ അവനക്ക് പേരിട്ട കുട്ടാപ്പി. എനിക്ക് പണ്ട് കുട്ടാപ്പി എന്നൊരു പൂച്ച ഉണ്ടായിരുന്നു. ഓൻ്റെ അതേപോലെയാണ് ഇവിടെ ഉള്ളവനും. ഓനിവിടെ കാണാനില്ല. അത് ഓൻ്റെ ബെഡാണത്. ഓനിവിടെ ഉണ്ടാവില്ലേ? സ്ഥിരം രാവിലെ വരുമ്പോൾ ഓൻ ഇവിടെ കിടക്കുന്നുണ്ടാവും. വന്നാൽ എന്നെ കാണുമ്പോൾ അടുത്തേക്ക് കയറലുണ്ട്.
ഇന്നിപ്പോൾ അവനെ കാണാനില്ല, എവിടേക്ക് പോയാവോ? ഇന്നിപ്പോൾ എവിടെ പോയി മകനെ? നീ എവിടെയാണ്? കാണാനില്ല. ഇവിടെയാണ് ഫുഡൊക്കെ വെച്ച് കൊടുക്കുക. ഇത് പാത്ര ഫുഡ്, അവിടെ വെള്ളമൊക്കെ കാലി ആക്കണമെന്നുണ്ട്. എടാ മറ്റവനോടെ? നമ്മൾ തല്ലാൻ വന്നൊന്നുമില്ലേ? ഇതൊന്നിനെ പേടിച്ച് പായണേ? മറ്റവനോടെ? ആരോട്? ഓലൊക്കെ ഭയങ്കര പേടിയാ. എന്നെ കാണുമ്പോഴത്തേനും ഭയങ്കര പാച്ചില്ല. ഓനെ കാണില്ല. തിരിച്ചു വരുമ്പോൾ കണ്ടാൽ നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ. ഇതെന്തൊരു സാധനം! ഇതിനുള്ളിൽ കയറി എങ്ങനെ? ഭയങ്കര രസമാണ്, അടിപൊളി. എന്താണ് റൗദ അൽ മസ്റൂൽ സൈൽ മുത്താസിം സിഖ് UAE or India. Sculpture, steel, fiberglass, styrofoam. അതൊരു സാധനമാണ്. ഓക്കെ, ബാക്കി കൂടുതലായിട്ട് ഒന്നും ചോദിക്കരുത്. പിന്നെ ഇവിടെ ഇരിക്കും 2-3 പേര് ഇങ്ങനെ ഇരിക്കണൊക്കെ ഉണ്ട്. ലൈറ്റുകളെ നോക്കുന്നുണ്ട് ആരാണെന്നുള്ളതിൽ. ഭയങ്കര സംഭവം ഇരിക്കുന്ന എഴുതിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അവിടെ എന്തൊരു സ്കൾപ്ചർ ഉണ്ടാക്കിയിരിക്കണ്. പിന്നെ ഇത് നടന്ന് ഒരു അറ്റുണ്ട് ഇതിന്. ആ അറ്റത്ത് മറ്റേ വെള്ളത്തിൽ കൂടെ ഓടുന്ന ബസ്സുണ്ട് ഇവിടെ. അതൊക്കെയാണ് സംഭവം, ടെക്നോളജി. നമ്മളെ നാട്ടിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിക്കണ്. നാട്ടിൽ മീൻസ് കേരളത്തിലല്ല, ഇന്ത്യയിലുണ്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടൊന്നുമില്ല. മീൻസ് ഓരോരുത്തരും പറയുന്നുണ്ട് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നടന്ന് ക്ഷീണമൊന്നുമില്ല, എന്നാലും ചെറിയൊരു ക്ഷീണം. അങ്ങനെ നടന്ന് എവിടെ എത്തി? എത്താനായിട്ടില്ല, എത്തണുള്ളൂ. ഈ സ്ക്രീനൊന്നും കാണില്ല കേട്ടോ. ബാക്കിൽ നിന്ന് വെയിലടിച്ചിട്ട് ഒന്നും കാണില്ല. ഉള്ളത് പറയാലോ. ഞാൻ അങ്ങനെ ഫോണിക്ക് നോക്കിയിട്ട് പറയണത്. സ്ക്രീനൊന്നും കാണില്ല. സ്ക്രീന് ജസ്റ്റ് ഒരു നേല് പോലെ അങ്ങനെ എൻ്റെ തല മാത്രം കാണുന്നുണ്ട്, വേറെ ഒന്നും കാണില്ല. ഇതാ അവിടെ കണ്ട അതേമാതിരി ഒരു ബോട്ട്, ചെറിയ ബോട്ട് അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഉണ്ട്. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണവർക്ക് ഈ ഏരിയ അറിയുണ്ടാവും. ഇത് ഞാൻ മുന്നേ സ്റ്റോറീസിലൊക്കെ രാവിലെ നേരത്തെ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ടിരുന്നു. കംപ്ലീറ്റ് ക്രെയിനുകളാണ്. ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊടുക്കുക. പിന്നെ അങ്ങനെ കുറേ സംഭവം. അതിന് മേലെ ഒരു ചെങ്ങായി. ഞാൻ അത് ആരുടെ അതാ ഞാൻ ആരുടെ അത് ചൂണ്ടിന്, ആരുടെ എന്നെ ചൂണ്ടിനാരുടെ നോക്കിയാണ്. നോക്കുമ്പോൾ അവിടെ സ്റ്റാച്ചു ആണ്. നടന്ന് ഒരറ്റെത്തി. അതൊരു പാലാണ്, ബ്രിഡ്ജ്. പിന്നെ ഞാൻ പറഞ്ഞ ബസ് ഇറങ്ങുന്ന സ്ഥലമില്ലേ, അത് ഇവിടെയാണ്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഈ ബാക്കിൽ കണ്ട ഇത്, അതാണ് സംഭവം. അവിടെ ഇത് കൂടെ ഈ സൈഡിൽ കൂടെ, ഈ റോട്ടിൽ കൂടെ വന്നുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി പോകും ബസ്. എന്നിട്ട് അതിന് വെള്ളത്തിൽ കൂടെ തന്നെ ഇറങ്ങിയിട്ട് അങ്ങനെ പോകും. ടിക്കറ്റ് എടുക്കണം, ഫ്രീ അല്ല. അത് ടൂറിസ്റ്റ് പരമായിട്ടുള്ളൊരു സംഭവമാണ്, അതുകൊണ്ട് പൈസ കൊടുക്കണം. പിന്നെ അതിൻ്റെ സംഭവമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ എന്താണ് wonderbus.com. അതാണ് അവരെ ടൂറിസ്റ്റ് കമ്പനീൻ്റെ പേരും. പിന്നെ പ്രൈവറ്റ് സ്ലിപ്പാണ്. അതായത് അവിടെ പബ്ലിക്സിന് അങ്ങോട്ട് ഇറങ്ങാനുള്ള അനുമതി ഇല്ല. അതാണ് സംഭവം. പിന്നെ ഈ ഞാൻ നേരത്തെ കാണിച്ച ഈ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ അപ്പുറം കിടക്കാനുള്ളൊരു വഴിയുണ്ട്, പാസേജ് വേ ഉണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ എന്ന് വരുമാവോ? അതിൽ പെട്ടെന്ന് വരാനുള്ള ഇത് ഉണ്ടാവട്ടെ. ഭയങ്കര സംഭവമാണ്. ഇവിടെ കണ്ട് തീരൂല. അതാണ്, ഒന്ന് നോക്കി അടുത്തേക്ക് നോക്കിയാൽ പിന്നെ അതും ഒരു അത്ഭുതം കണ്ട് അപ്പുറത്ത് ഇരിക്കുമ്പോൾ അടുത്തത്. അങ്ങനെയാണ് ഇവിടെ. ഇപ്പോൾ നടന്ന് ഇവിടെ എത്തി, ഒരറ്റെത്തിക്കണേ. ഇപ്പോൾ ബിൽഡിംഗ് ഒന്നും ഇല്ലാത്തതിനോട് ഭയങ്കര വെയിലടിക്കുന്നുണ്ട്. വീഡിയോയിൽ എങ്ങനെ കാണണമെന്നൊന്നും എനിക്കറിയില്ല. ആ പാലാണത്, അതാ കാണുന്നത്.
പാലം പാലോ നല്ല നടപ്പാലം. അത് പക്ഷേ നടപ്പാലല്ല, വണ്ടി പോണ പാലാണ്. ഇവിടെ ഉണ്ട് ഈ സാധനമൊക്കെ ഉണ്ടില്ല, ഇത് അത് താഴ്ന്നു പോവും. ബസ് വരുമ്പോൾ മണ്ണിൻ്റെ അടിക്ക് പോവും. നാളെ രാവിലെ വന്നപ്പോൾ ഇവിടെ ഒരാൾ മീൻ പിടിക്കേണ്ടത്. ഇവിടെ എല്ലാവരുടെയും മീൻ പിടിക്കാനൊന്നും സമ്മതിക്കില്ല. ചില സ്പെസിഫിക് ഏരിയാസ് ഉണ്ട്, അവിടെ മാത്രം മീൻ പിടിക്കാൻ സമ്മതിക്കുള്ളൂ. ഇവിടെ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഈ കാര്യം ഇവിടെ നിന്ന് മീൻ പിടിക്കാൻ സമ്മതിച്ചു. പിന്നെ ഞാൻ പറഞ്ഞ അണ്ടർ പാസ് കൂടെ പോകണോ? ഇപ്പോൾ പോകണോ? പോയോക്കതെ. അണ്ടർ പാസ് ഇവിടെയാണ്. അത് എവിടേക്ക് എത്തുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വേണ്ട, അവിടെ അപ്പുറം പോകണ്ട. പിന്നെ അതാ പെട്രോൾ പമ്പ്. അതാ ഞാൻ ഒരാളോട് ചോദിച്ചു, ഈ ബോട്ടുകൾക്കൊക്കെ എവിടുന്ന് എണ്ണ അടിക്കല്? അതാ കാണുന്നത് പെട്രോൾ പമ്പ്. പിന്നെ ഇതാണ് പെഡസ്ട്രിയൻ അണ്ടർ പാസ്. അതാ കാണും. ചൂടാണ് അതിൻ്റെ അടിയിൽ. എന്നാലും വീഡിയോയിൽ കാണിക്കണ്ടേ, പോയി നോക്ക്. ഒരട്ടം പോയതാണ് രാവിലെ. പെഡസ്ട്രിയൻ അണ്ടർ പാസ് ടു ദേര അല്ലേ ദേര ദേര അങ്ങനെ തന്നെ പറയും. അതെ. അപ്പോൾ ബാക്കി അണ്ടർ പാസിൻ്റെ ഉള്ള വഴി കണ്ടോളൂ. ഞാൻ ക്യാമറ ചേഞ്ച് ചെയ്യട്ടെ, ബാക്ക് ക്യാമറ ആക്കട്ടെ. ഓക്കെ. അപ്പോൾ ഇതാണ് അണ്ടർ പാസ്സിലുള്ള വഴി. അങ്ങനെ നടന്ന് താഴേക്ക് ഇറങ്ങണം. എക്കോ അടിക്കണ പോലെ ഉണ്ട്. ഇവിടെ സൈക്കിള് പോകാൻ പാടില്ല. പിന്നെ നമ്മളൊരു ഇത് വെച്ച് നോക്കിയാൽ നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഹിന്ദിക്കാർ അവിടെ കുറേ തുപ്പിയിട്ടുണ്ടാവും, ഇവിടെ കുറേ തുപ്പിയിട്ടുണ്ടാവും. പിന്നെ കുറച്ച് പേര് അവിടെ എവിടെയും കടന്നുറങ്ങുന്നുണ്ടാവും, കുറച്ച് പേര് അടിച്ച് ഫിറ്റായി കിടക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനെ കിടന്നാൽ ഒരു വട്ടം കിടക്കുള്ളൂ, പിന്നെ കിടക്കാൻ ആളുണ്ടാവില്ല. അതാണ് ഇവിടുത്തെ നിയമം. ഞാൻ പറഞ്ഞ പോലെ പേർത്ത് ഒഴിപ്പിക്കുന്നില്ലേ, തിളങ്ങണ്ട് മുഖം. മറ്റേ ഒരു ചേച്ചി ഉണ്ടല്ലോ റീൽസ് ഇടുന്ന മുഖം, ഇങ്ങനെ തിളക്കി റീൽസ് ഇടും. ആ ചേച്ചിൻ്റെ മുഖം പോലെ അത് എന്തോ തേച്ചിട്ടാക്കി നമ്മൾ തേക്കാതാക്കി, അത്ര ഉള്ളൂ. ഇറങ്ങി അടിയിലേക്ക് ഇറങ്ങണം. ചൂടാണ് ചൂടാണ്. ഇതിൻ്റെ അടിയിലേക്ക് ചൂടാണ്. ഈ ചൂട് വാങ്ങൂല. ഒരു സൈസ് വിങ്ങണ മാരത്തൊരു ചൂടാണ്. കുറച്ചങ്ങോട്ട് എത്തിയിട്ട് ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. വെറുതെ വീഡിയോ എടുക്കണ്ടല്ലോ, എൻ്റെ നടത്തം കാണണ്ടല്ലോ വെറുതെ. ഞാൻ കുറച്ചങ്ങോട്ട് എത്തിയിട്ട് ബാക്കി ഇടാം. കണ്ണാടി ഊരി വന്നു വേർത്തിട്ട്. ആ ഒരറ്റം അവിടെ നടന്ന് നമ്മൾ ഇത്ര എഫേർട്ട് എടുത്തിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു തരുന്നില്ല. അപ്പോൾ പ്രിഫലായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ആ വലിയ സാധനം ചോദിക്കില്ല, ജസ്റ്റ് ആ ഒരു മറ്റേ ബട്ടൺ ഉണ്ടല്ലോ സബ്സ്ക്രൈബ്, അതൊന്ന് നെക്കിക്കളി. പിന്നെ ആ ബെൽ ബട്ടണും ഒന്ന് എനേബിൾ ആക്കിക്കളി. അപ്പോൾ അടുത്ത വീഡിയോ ഇടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആദ്യം നിങ്ങൾക്ക് ആ വീഡിയോ കാണാം, നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അത് ഓണാക്കിയിടാം. പിന്നെ ഇഷ്ടമായാലും ലൈക്ക് ഇടുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇത്രയൊക്കെ തന്നെ. നടന്ന് പകുതി എത്തി ഞങ്ങൾ അവിടുന്ന് നടന്ന് ഇവിടെ എത്താൻ പകുതി എത്താൻ. പക്ഷേ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ മുടി വെട്ടിയതിനെ കൊണ്ട് നല്ല ഉപകാരമാണ്. മറ്റേത് എൻ്റെ മുടിയും പോവും, ചൂടുമാണ്. ഇനി ബാക്കി ഞാൻ കുറച്ച് കണ്ട് നേരത്തെ കയറിയിട്ട് ബാക്കി ഷോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ഷോട്ട്. അപ്പോൾ നടന്ന് മേലെ എത്തി. ഇനി ഒരു ലെയറും കൂടി മേലേക്ക് കയറാനുണ്ട്. കിടക്കണേ എല്ലാവരും വെള്ളം കുടിക്കണം. വെള്ളം കൂടി കുറഞ്ഞാൽ പണിയാണ്. അപ്പോൾ വെള്ളം കുടിക്കണം. മേലെത്തി ഗേൾസ്. അതാ ആ ക്രെയിൻ
ട്രെയിന് കിതക്കുണ്ട്, അതുകൊണ്ടാണ് വർത്തമാനത്തിൽ ഗ്യാപ്പ് വരുന്നത്. പിന്നെ അപ്പോഴേ കാണിച്ച ആ സൈഡ് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. നമ്മളിവിടുന്ന് വന്നെന്നുള്ളത് വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ, ഇതിൻ്റെ അടിയിൽ കൂടെ മെട്രോയും വരും, മെട്രോയും പോകുന്നുണ്ട്. ഞാൻ അപ്പോൾ ആ ബാക്ക് സൈഡ് കാണിച്ചു തരാം നമ്മൾ ഇവിടുന്ന് വന്നെന്നുള്ളത്. അതാ കാണുന്ന ആ തലക്കെ ആ ഭാഗത്തു നിന്നാണ് നമ്മൾ വന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണും, അതിൻ്റെ ഉള്ളിൽ കൂടെ കാണാം. ഇവിടെ അതാ കാണുന്നത് പെഡസ്ട്രിയൻ അണ്ടർപാസ്.